എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വീട്ടമ്മമാർക്ക് മാത്രമല്ല, കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ബിസിനസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് ചെയ്യാനായിട്ട് ഒരു രൂപ പോലും ചിലവില്ല. അപ്പോൾ ബിസിനസ്സൊക്കെ ആകുമ്പോൾ സാധാരണ നമ്മൾ പണം മുടക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ ബിസിനസ് ചെയ്യാനായിട്ട് ഒരു രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് മീഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ മീഷോ എന്ന് പറയുന്നത് മൊബൈലിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതിന് ഒരു രൂപ പോലും മുതൽ മുടക്കില്ല. ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് സാധനങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മീഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കിപ്പോൾ മീഷോൻ്റെ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മീഷോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഇൻസ്റ്റാൾ എന്ന് കാണാൻ സാധിക്കുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കിട്ടും. അധികമൊന്നുമില്ല, വെറും 5.8 MB ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് ആദ്യം വരിക. അതിനുശേഷം സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം താഴെ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ നമ്പർ ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഏതാണോ അത് അടിച്ചു കൊടുക്കുക. ഇനി ഇവിടെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം യൂസ് SMS എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മൊബൈലിലേക്ക് വരും. ആ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെരിഫിക്കേഷൻ കോഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്പ് ഓപ്പണായി വരുന്നത്. അപ്പോൾ ആപ്പ് ഓപ്പണായി വരുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് ട്യൂട്ടോറിയൽസ് ഉണ്ട്. അതായത് നമുക്ക് ഈ മീഷോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഭാഷ ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, മറാഠിയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഇഷ്ടംപോലെ ഭാഷകളുണ്ട്. അപ്പോൾ ഞാനിവിടെ മലയാളം ചൂസ് ചെയ്യാണ്. അപ്പോൾ മലയാളം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളത്തിൽ വീഡിയോസ് വരും. അപ്പോൾ വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ കാണാം. വീഡിയോസ് കണ്ട് ഒരു 6 വീഡിയോ ഉണ്ട്. ആ 6 വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ മീഷോനെക്കുറിച്ച് നമ്മുടെ കയ്യിൽ ആധികാരികമായിട്ടൊരു രേഖയാണ് ആ സർട്ടിഫിക്കറ്റ്. അത് വേണമെങ്കിൽ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്ക് ആപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആപ്പിൻ്റെ എല്ലാം എന്തൊക്കെയാണോ ഉള്ളത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കും, മീഷോ നമ്മുടെ ഫോണിലേക്ക് ഫോട്ടോസൊക്കെ അയച്ചോട്ടെ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അത് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീഷോൻ്റെ ആപ്പ് ഓപ്പണായി കിട്ടും. അപ്പോൾ ഇതിലുള്ള പ്രോഡക്റ്റ്സൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഇതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ട്യൂട്ടോറിയൽ പോലെയുണ്ട്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അങ്ങനെയുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കാണാം, അതില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ഡ്രസ്സുകൾ, മെയിനായിട്ട് സാരി, ചുരിദാർ, കുർത്ത, കുട്ടികളുടെ ഡ്രസ്സുകൾ, പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ് ഉണ്ട്, ബെഡ്ഷീറ്റ്, അതുപോലെ ആണുങ്ങളുടെ ഷർട്ട്സ്, പാൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഹോം ഡെക്കർ ഐറ്റംസ്, പിന്നെ ബ്യൂട്ടി റിലേറ്റഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ആപ്പിലുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് റീസെല് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആപ്പ് ഉപയോഗിച്ചിട്ട്. റീസെൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് മറ്റൊരാൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ മീഷോ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ്സൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ബിസിനസ് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ളൊരു കാറ്റലോഗ് സെലക്ട് ചെയ്യാം. നമുക്ക് സാരി വേണമെങ്കിൽ, കുർത്ത വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡ്രസ്സ് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ കുർത്തിയുടെ കാറ്റലോഗാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ അതിൽ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് സൈസ്, എത്ര ലെങ്ത് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നോക്കുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കുർത്തി ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കാണാനായിട്ട് സാധിക്കും. സൂമിനും സൂം ഔട്ടൊക്കെ ചെയ്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും.
ഇനി നമുക്കിത് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴെ ഷെയർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഓപ്ഷൻ ഉപയോഗിച്ച് വാട്സപ്പ് വഴി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺടാക്ട്സിൽ ഏതെങ്കിലും ആളുകളുടെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരാണ് വേണമെന്ന് വെച്ചാൽ അവർക്ക് നമുക്കിത് സെൻഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ. അതിനുശേഷം നമുക്ക് അവർക്ക് ഡിസ്ക്രിപ്ഷനും പ്രോഡക്ട്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതുപോലെ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവർക്ക് നമ്മൾ അയച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ നമ്മളോട് പറയും ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് ഈ ഒരു കുർത്തിയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പറയും ഈ ഒരു കുർത്തിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് ടു കാർട്ട് എന്നൊരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലാർജാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ 1 മതി. അപ്പോൾ അതുകൊണ്ട് 1 സെലക്ട് ചെയ്തു. ഇനി കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാർട്ട്, ഇതാണ് നമ്മുടെ കാർട്ട്, ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ പ്രോഡക്റ്റ് എടുക്കാം. എന്നിട്ട് ഏത് മെത്തേഡിലാണ് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓൺലൈനുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ വിൽക്കുമ്പോൾ എപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറിയാണ് നല്ലത്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങളുടെ കമ്മീഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാർജിനായിട്ട് വേണ്ടതെന്നുള്ളത് അടിച്ചു കൊടുക്കാം. അതായത് ഈ പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 569 രൂപയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് ഷിപ്പിംഗ് ചാർജ് ഇല്ല. ചില പ്രോഡക്റ്റിന് ഷിപ്പിംഗ് ചാർജ് 70 രൂപയുണ്ടാവും. ആ ഷിപ്പിംഗ് ചാർജും നിങ്ങൾക്ക് വേണ്ട ലാഭവും ഈ പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപയാണോ ലാഭം വേണ്ടത് ആ രൂപയും കൂടെ ചേർത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പ്രോഡക്റ്റിൽ നിന്ന് എനിക്ക് വേണ്ട മാർജിനായിട്ട് സെലക്ട് ചെയ്യുന്നത് ഒരു 100 രൂപയാണ്. അപ്പം ഞാനിവിടെ 669 രൂപ അടിച്ചു കൊടുക്കുകയാണ്. കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റ് ഡെലിവറി കിട്ടുമ്പോൾ അവർ പേ ചെയ്യേണ്ടതാണ് ഈ 669 രൂപ. അതിൽ 100 രൂപ നമ്മുടെ മാർജിനായിട്ട്, അതായത് നമ്മുടെ ലാഭമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യാം. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അവർക്ക് എത്തിച്ചേരുമ്പോൾ അവർ ഈ പ്രോഡക്റ്റിന് പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് അവർ പേ ചെയ്യുന്നതിൽ 100 രൂപ നമ്മുടെ മാർജിനാണല്ലോ, ആ മാർജിൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അക്കൗണ്ട് നമ്പറൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മൈ ബാങ്ക് ഡീറ്റെയിൽസ്, മൈ പേയ്മെൻറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ മൈ ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര്, അതുപോലെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ടാണോ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് മീഷോ നമ്മുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ ട്രാൻസ്ഫർ ചെയ്യും. ആ രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് കറക്റ്റായിട്ടാണോ കൊടുത്തിരിക്കുന്നത്. ഈ 1 രൂപ നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസോ അല്ലെങ്കിൽ റീസെല്ലോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അക്കൗണ്ട് നമ്പർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ റീസെല്ല് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവർ നമ്മുടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കതിൻ്റെ കമ്മീഷൻ കിട്ടണമല്ലോ. അതിനായിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിരിക്കണം. അപ്പോൾ എല്ലാ ആവശ്യവും നമുക്ക് വിൽക്കുന്ന പ്രോഡക്ട്സിൻ്റെ കമ്മീഷൻ, അതായത് മാർജിൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. പിന്നെ ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിൽ കുറേ ഓപ്ഷൻസ്. അപ്പം നമ്മൾ ഏതെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുകയോ വിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. മൈ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഷെയർഡ് കാറ്റലോഗ്, നമ്മൾ എത്ര കാറ്റലോഗ്സാണ് ഷെയർ ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ഉള്ളത് നമുക്കിതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് എടുക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മീഷോൻ്റെ ആപ്പ് റെഫർ ചെയ്ത് കൊടുക്കുന്ന വഴിയും നമുക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെയും തന്നെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ 1 രൂപ പോലും മുടക്കാതെ പൈസ സമ്പാദിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് മീഷോ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്. അപ്പോൾ വീട്ടമ്മമാർക്കും അതുപോലെ വരുമാനം നേടണമെന്ന്, എക്സ്ട്രാ ഒരു ഇൻകം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ മീഷോ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ബിസിനസ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ അവർക്കിത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.